അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉൾപ്പെടെ കേരളം കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തമ്മിലടിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു. കുറച്ചു ദിവസമായിട്ട് കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കണമെന്ന് ലീഗ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഡൽഹിയിലെ യോഗത്തിന് മുമ്പ് ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന യോഗം എത്രത്തോളം നിർണായകമാണ്? കൊച്ചിയിൽ നിന്ന് UDF യോഗത്തിൽ കൃത്യമായി തന്നെ കോൺഗ്രസിലെ അനൈക്യത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ, അല്ലെങ്കിൽ അത് അനൈക്യം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ അല്ലെങ്കിൽ കൃത്യമായ കാര്യം തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇതിനിടയിൽ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം വ്യത്യസ്ത മേഖലയിൽ ഓരോ സമരങ്ങളും രൂപപ്പെട്ട് വരുന്നത് തന്നെ സർക്കാരിനെതിരായ ജനവികാരമായി മാറുകയാണ്. അത് വലിയ തോതിൽ അത് ആശയസമരമാണെങ്കിലും മറ്റെല്ലാ വിഷയത്തിലും മുണ്ടക്കൈ പുനരധിവാസത്തിനെതിരായ സമരമാണെങ്കിലൊക്കെ തന്നെയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു. ജനങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാർ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഇതിലേക്ക് വരുന്നു. അതേസമയം ഇതിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് ഇതിനെ വോട്ടാക്കി മാറ്റേണ്ട UDF